ഹലോ ഡിയേഴ്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൈകൊണ്ട് എങ്ങനെ വൃഷ്ണത്തെ ഉത്തേജിപ്പിക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പം വായ കൊണ്ട് ഓറിലേക്ക് ലൈംഗികത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെ വൃഷ്ണങ്ങളിൽ നിന്ന് അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഈ വീഡിയോ. ചില ലക്കി ആയിട്ടുള്ള ആളുകൾക്ക് ഈ വൃഷ്ണങ്ങളിലൂടെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ അവർക്ക് രതിമൂർച്ചയിലെത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്നാൽ അത് റെയറാണ്, പക്ഷേ എല്ലാവർക്കും പോസിബിളുമാണ്. അപ്പോൾ അതെങ്ങനെ അവർക്ക് കൊടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എൻ്റെ എക്സ്പീരിയൻസ് അല്ല ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്, എക്സ്പേർട്സൊക്കെ പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഓറിലേക്ക് ലൈംഗികത്തിൽ ഏർപ്പെടാമെന്ന് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക രോഗമുണ്ടെന്ന് സംശയമുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ എടുത്ത് പോയി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നവരാണോ, അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇച്ചിങ്ങോ എന്തെങ്കിലും വ്രണങ്ങളോ അല്ലെങ്കിൽ ലിംഗത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ യോനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോഴേക്കും പെട്ടെന്ന് ശുക്ലം പോകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണക്കുറവോ എന്ത് തരത്തിലുള്ള പ്രശ്നമായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ലൈംഗിക പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത് ചിലപ്പോൾ വേറെ വലിയ വലിയ രോഗങ്ങളുടെ ലക്ഷണമായിട്ട് ശരീരം കാണിക്കുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റിയിട്ട് നല്ലൊരു സെൻറ്റർ ഞാൻ പരിചയപ്പെടുത്താം, കോഴിക്കോടുള്ള ISRM ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ കൺസൾട്ടിങ്ങും ഉണ്ട്, ഓഫ്ലൈനായിട്ടും ഉണ്ട് കേട്ടോ. ഡോക്ടർ അജയൻ വർഗീസ് തുടങ്ങിയ ഒരുപാട് പേര് നിങ്ങളിവിടെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള രോഗമായിക്കോട്ടെ അത് നിങ്ങൾക്ക് ഇവിടുന്ന് വളരെ ആധുനികപരമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നതുമാണ്. ചിലർക്ക് യോനിയിൽ കയറാൻ പറ്റാത്ത ആവശ്യം അല്ലെങ്കിൽ ഭയങ്കര വേദനകളോ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെയുണ്ട്. ഇപ്പം ചിലർക്ക് ലിംഗത്തിൻ്റെ അഗ്രഭാഗം തൊലിയൊക്കെ പുറകോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയോ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് തൊലിയൊക്കെ റിമൂവ് ചെയ്യേണ്ട അവസ്ഥയോ, വളരെ മൈക്രോ ആയിട്ടുള്ള ലിംഗം, വളരെ മൈക്രോ കേട്ടോ, അതായത് 2.5 താഴെ ലിംഗമുള്ളവരെ കാര്യം പറയുന്നത്, അവർക്കൊക്കെ വലുതാക്കാനുള്ള സർജറിയൊക്കെ ഇവിടെ നിന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനുള്ളൊരു സൊല്യൂഷൻ ഇവിടെ ഉണ്ടാവും. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. ലേഡി സൈക്കോളജിസ്റ്റും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ SY എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക രോഗത്തൊക്കെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗിക ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് PDF ആയിട്ട് അവർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഫ്രീ ആണ്. അതുപോലെ നിങ്ങൾക്ക് കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള നമ്പറും ഇത് തന്നെയാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ വേണമെങ്കിലും ചെയ്യാം. ഇന്ത്യക്ക് അകത്തും പുറത്തും ഉള്ളവർക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് അവിടെ ട്രീറ്റ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വന്ധ്യതയോ അല്ലെങ്കിൽ കുട്ടികളോ ഉണ്ടാകാത്ത പ്രശ്നം എന്തോ ആയിക്കോട്ടെ, നിങ്ങളവിടെ അപ്രോച്ച് ചെയ്താൽ മതിയാവും. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്തേക്കാം കേട്ടോ. ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്കാം. അപ്പോൾ വൃഷ്ണങ്ങൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയ ആണ് അല്ലേ. അപ്പോൾ അവിടെ എല്ലാവർക്കും തൊടുന്നതോ അല്ലെങ്കിൽ അവിടെ ഓറിലേക്ക് അല്ലെങ്കിൽ ഉൾപ്പെടുന്നതോ ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ചെയ്യാനോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതെ ഞാൻ വൃക്ഷങ്ങൾ വായിലിടുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഡു ഇറ്റ്. അങ്ങനെ കേട്ടാൽ അവിടെ ആദ്യം തന്നെ പോയി അങ്ങനെ ചെയ്യുമല്ല വേണ്ടത്. നിങ്ങൾ ഫോർപ്ലേ ഫസ്റ്റ് മസ്റ്റാണ്. അതിനുശേഷം മാത്രമേ മെല്ലെ അവിടെ എത്താൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഫോർപ്ലേ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ എഫക്റ്റ് അവർക്ക് കിട്ടത്തുള്ളൂ. ലൈംഗികപരമായിട്ട് ഏർപ്പെടുമ്പോഴും അല്ലാണ്ടും ഒക്കെയാണ് ഹൈജീൻ മസ്റ്റാണ് കേട്ടോ. രണ്ടുപേരും ഒന്നിച്ച് കുളിച്ചതിന് ശേഷം മാത്രമേ ഈ പരിപാടിയൊക്കെ ചെയ്യാൻ നിൽക്കാൻ പാടുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ കൈ കൊണ്ടൊക്കെ അത് ഉത്തേജിപ്പിക്കാമെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നിങ്ങളത് വായ കൊണ്ട് സക്ക് ചെയ്യുക, അതുപോലെ ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ബോൾ മാത്രം എടുത്തിട്ടോ അല്ലെങ്കിൽ 2 ബോളും ഒക്കെ ഉപയോഗിച്ചിട്ടോ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ഐസ് ക്യൂബൊക്കെ വായിലിട്ടതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് വലട്ടിയതിന് ശേഷം വായ നല്ല തണുപ്പാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക രോഗമുണ്ടോ എന്ന് അറിയാൻ ഉറപ്പൊന്നും ഇല്ലാത്ത റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടുത്തൊക്കെ പോയതാണ്, ഉറപ്പായിട്ടും ഡെൻ്റൽ ഡാം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ STD ഒക്കെ ഉണ്ടാകേണ്ട ചാൻസ് ഉണ്ട് കേട്ടോ. അത് മറക്കല്ലേ. നിങ്ങൾക്കറിയാം, തണുപ്പുള്ളപ്പോഴും അതുപോലെ തന്നെ പുരുഷൻ രതിമൂർച്ചയിലേക്ക് എത്തേണ്ട സമയത്തൊക്കെ ഈ വൃഷ്ണങ്ങൾ കൂടുതലായിട്ട് അവരുടെ ശരീരത്തോട് ഒട്ടിയായിട്ട് ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഹോൾസ് നിങ്ങൾ മുകളിലേക്ക്
മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ട് നാവ് കൊണ്ട് താഴേന്ന് ലിക്ക് ചെയ്യുന്നതും ഇവർക്ക് കൂടുതലായിട്ട് ഒരു ഉത്തേജനം കൊടുക്കാൻ സഹായിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വൃക്ഷങ്ങൾ വായിലിട്ടതിന് ശേഷം നിങ്ങൾക്ക് നാവ് കൊണ്ട് ഒരു സൈഡിലേക്ക് അമർത്തുന്നതും കൂടുതലായിട്ട് അവർക്ക് സ്റ്റിമുലേഷൻ കൊടുക്കും. അതുപോലെ തന്നെ നാവ് കൊണ്ട് അതിന് റൊട്ടേറ്റ് ചെയ്യുന്നതും ആ വൃക്ഷങ്ങൾ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നതും അത് ഓരോന്നോരോന്നെടുത്തിട്ട് വേണേ അങ്ങനെ ചെയ്യുന്നതും അവർക്ക് വളരെയധികം സ്റ്റിമുലേഷൻ കിട്ടാനും ഇതിലൂടെ അവർക്ക് രതിമൂർച്ച കിട്ടാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ടോയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അനുബന്ധിച്ച് തന്നെ മലദ്വാരത്തിലൊക്കെ ഉത്തേജിപ്പിക്കുന്നവരുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെ ചെയ്യുന്നതും ഇഷ്ടമാണ്. ഇതിനെപ്പറ്റി തന്നെയായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ബന്ധമൊക്കെ കുറച്ചും കൂടി ഡീപ്പ് കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കട്ടെ. Thanks for watching my video. See you next time with a new topic. Bye bye.